തിരുവനന്തപുരം കല്ലയത്ത് ഗാനമേളയെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ വട്ടപ്പാറ പോലീസ് കേസെടുത്തു. ഷിനോജ് എന്നയാളെ കസ്റ്റഡിയിലെടുത്തു. ഷിനോജ് അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. 75 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായി ഉടമ പ്രശാന്ത് പറഞ്ഞു. സൗണ്ട് സിസ്റ്റം തകർത്തത് കൂടാതെ തന്നെയും ജീവനക്കാരെയും മർദ്ദിച്ചുവെന്നും പ്രശാന്ത്. ഒത്തിരി സാധനങ്ങൾ പോയി, ഒത്തിരി അടിച്ചു പൊട്ടിച്ചു. വലിയ ഹാങ്ങിങ് സ്പീക്കേഴ്സ് ആയിരുന്നു, അതെല്ലാം അവർ തള്ളിയിട്ടോ എല്ലാം പൊട്ടി. നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് പൊട്ടി, എന്റെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. അത് അവിടുത്തെ പ്രാദേശികവാസികളായ 2 പേരാണ് ഇതിന്റെ മെയിൻ കാരണം. എന്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആദ്യം എന്നെ പിടിച്ചു തള്ളി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ സ്റ്റാഫ് അതിൽ എന്ത് ചെയ്യുന്നവരും അവരെ അടിച്ചു, ഒരുപാട് മർദ്ദിച്ചു. എല്ലായിടത്തും പോകുമ്പോൾ മദ്യപാനികളെ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 65 ലക്ഷം രൂപയുടെ മിനിമം ഉണ്ടാകും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. മനീഷ്, എങ്ങനെയാണ് ഈ സംഘർഷം ഉണ്ടായത്? എത്രത്തോളം വലിയ നഷ്ടമുണ്ട്? കേസെടുത്തിരിക്കുന്ന ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ്? മാധു, ഇന്നലെ രാത്രിയാണ് ഈ ഗാനമേള ഉണ്ടായത്. വട്ടപ്പാറ പതിയനാട് ദേവീക്ഷേത്രത്തിൽ ഒരു ബന്ധപ്പെട്ട ഒരു ഗാനമേള നടന്നിരുന്നു. ആ ഗാനമേളക്കിടെയാണ് സംഘർഷമുണ്ടായത്. അതായത് അവിടെയുള്ള പ്രദേശവാസികളായ ചില ആളുകൾ മദ്യപിച്ച് അവിടെ എത്തി. അങ്ങനെ ആ സ്റ്റേജിന് മുന്നിൽ ഡാൻസ് കളിക്കാൻ അനുവദിക്കില്ല എന്ന് സംഘാടകർ പറഞ്ഞു. അങ്ങനെ ആ തർക്കം അവിടെ കഴിഞ്ഞു. പിന്നീട് ഗാനമേള പൂർത്തിയായി ഈ ട്രൂപ്പുകാർ മടങ്ങിപ്പോയി. പക്ഷേ സൗണ്ട് സിസ്റ്റം പിന്നീട് അവിടെ നിന്നും അഴിച്ചു മാറ്റുന്ന പണി നടന്നത് പുലർച്ചെ 1 മണി വരെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ മദ്യപ സംഘം തിരികെ എത്തി അവിടെ ഈ സന്ധ്യ സൗണ്ട്സിന്റെ ഉടമ പ്രശാന്തിനെ മർദ്ദിച്ചു, അയാളുടെ മുഖത്തടിച്ചു, അയാളുടെ വാഹനത്തിന്റെ ചില്ലടിച്ചു പൊട്ടിച്ചു. പിന്നീട് 10-65 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സൗണ്ട് സിസ്റ്റം ആകെ തല്ലി തകർത്തു. 5 പേരുടെ നേതൃത്വത്തിലായിരുന്നു സംഘമായിരുന്നു അവിടെ എത്തി ഈ രീതിയിൽ ആക്രമണം നടത്തിയെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ആ സമയത്ത് പോലീസ് കൂടി അവിടെ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള നോക്കുകുത്തിയായി പോലീസിന് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം 1-2 വിരലുണ്ടാവുന്ന പോലീസ് സംഘം മാത്രമേ അവിടെ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപമുണ്ട്. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വന്നത്. അയാൾക്ക്, ഈ പ്രശാന്തിന്, വയലട സ്വദേശിയാണ്, അയാൾക്ക് 65 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുൻപ് ലോൺ എടുത്ത് തുടങ്ങിയൊരു സംരംഭമാണ്. അങ്ങനെ ഉപജീവന മാർഗമില്ലാതിരിക്കുകയാണ്. അവിടെയുള്ള സംഘാടകരുമായി ഉണ്ടായ തർക്കമാണ്, ഈ സ്റ്റേജിന് മുന്നിൽ ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ രീതിയിലേക്ക് എത്തിയത്. എന്താണെങ്കിലും വട്ടപ്പാറ പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒരാളെ നിലവിൽ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. മാധു, ശരി. സൗണ്ട് സിസ്റ്റം അടക്കം തല്ലി പൊട്ടിച്ചു, ജീവനക്കാരെ മർദ്ദിച്ചു, കാറ് തകർത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സന്ധ്യ സൗണ്ട്സിന്റെ ഉടമ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.